നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി അറിയിപ്പിലേക്ക് സ്വാഗതം. പ്രത്യാശ എന്ന് പറയുന്ന ഒരു വിവാഹ ധനസഹായ പദ്ധതിയുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ മുഖേന നടപ്പിലാക്കുന്ന ഈ പദ്ധതി നിലവിലൊരു സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. വിവാഹം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു അടിസ്ഥാനപരമായ ആവശ്യമാണ് എങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ഒരു സഹായം നൽകി അവർക്ക് വിവാഹ ജീവിതം അല്ലെങ്കിൽ ഒരു വിവാഹം നടത്തി കൊടുക്കുക എന്ന രീതിയിലേക്ക്, ഒരു ചെറിയ ധനസഹായത്തിലൂടെ നടത്തി കൊടുക്കുക എന്ന രീതിയിലേക്ക് മാറ്റുന്ന ഒരു പദ്ധതിയാണ് പ്രത്യാശ എന്ന് പറയുന്ന പദ്ധതി. പദ്ധതിയിലേക്ക് നിലവിൽ കോർപ്പറേറ്റുകൾക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ സംഭാവനകൾ നൽകാം. ഇതിൻ്റെ തുല്യമായിട്ടുള്ള ഒരു വിഹിതം നമ്മുടെ സംസ്ഥാന സർക്കാരും, അതായത് സാമൂഹ്യ സുരക്ഷാ മിഷനും കൂടി വഹിച്ച് പരമാവധി 50,000 രൂപ വരെയൊക്കെ ആക്കി അത് ധനസഹായമായിട്ട് അത്തരം കുടുംബങ്ങൾക്ക് കൈമാറുന്ന ഒരു പ്രക്രിയയാണ് പ്രത്യാശ വിവാഹ ധനസഹായ പദ്ധതിയിലൂടെ നടപ്പിലാകുന്നത്. നമ്മുടെ ജില്ലകൾ തോറുമുള്ള സാമൂഹ്യ സുരക്ഷാ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിലവിൽ സ്പോൺസർ ചെയ്യുന്നതിന് വേണ്ടി, അതായത് ഏതെങ്കിലും വ്യക്തികളെ കൃത്യമായിട്ട് നമ്മൾ കണ്ടെത്തി അവരെ സ്പോൺസർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു വിഹിതം നൽകാം. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഒരു വിഹിതം നൽകി നമ്മൾ നിർദ്ദേശിക്കുന്ന ആളെ തന്നെ, അതായത് സ്പോൺസർക്ക് തന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതിന് വേണ്ടിയുള്ള വ്യക്തികളുടെ പേര് നിർദ്ദേശിക്കാൻ സാധിക്കും. അപ്പോൾ അത്തരം ഒരു അവകാശം കൂടി സ്പോൺസർക്ക് നൽകിക്കൊണ്ടാണ് പ്രത്യാശ എന്ന് പറയുന്ന വിവാഹ ധനസഹായ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ദുർബലരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരുടെ വിവാഹം നടത്തിക്കൊടുക്കുക എന്ന രീതിയിലേക്കാണ് പ്രത്യാശ എന്ന് പറയുന്ന ധനസഹായ പദ്ധതി പോകുന്നത്. അതുമാത്രമല്ല, ഫണ്ടിന്റെ ലഭ്യതയ്ക്കനുസരിച്ചാണ് ഈ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. നിലവിൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് മുൻഗണന ലഭിക്കുന്നതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അതായത് 22 വയസ്സ് പൂർത്തിയായിട്ടുള്ള പെൺകുട്ടികൾക്കൊക്കെ വേണ്ടിയാണ് ഇതിന്റെ ധനസഹായം അനുവദിക്കുക. ഇനി അത് മാത്രമല്ല, ഇത്തരം വ്യക്തിയുടെ ചുറ്റുപാടുകൾ കൃത്യമായിട്ട് പരിശോധിക്കും. ഇവരുടെ വാർഷിക വരുമാനം 60,000 രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം. അപ്പോൾ ഇത് കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പിച്ച ശേഷമാകും ഇത്തരക്കാർക്ക് പരമാവധി 500,000 രൂപയുടെ സഹായം കൈമാറുക. ഇനി അതോടൊപ്പം തന്നെ പെൺമക്കൾ മാത്രമുള്ള കുടുംബങ്ങളാണ് എങ്കിൽ അവർക്ക് മുൻഗണനയുണ്ട്. ഇനി വീടിന്റെ വിസ്തീർണം 600 സ്ക്വയർ ഫീറ്റിൽ താഴെയാണ് എങ്കിൽ അത്തരം വീടുകൾക്ക് മുൻഗണനയുണ്ട്. മുൻഗണന വിഭാഗത്തിൽ റേഷൻ കാർഡ് ആണ് എങ്കിൽ അവർക്ക് മുൻഗണന. ഇനി എന്തെങ്കിലുമൊക്കെ ഭിന്നശേഷി നേരിടുന്ന മാതാപിതാക്കളാണ് എങ്കിൽ അവർക്ക് മുൻഗണന. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുടുംബങ്ങളാണ് എങ്കിൽ അപ്പോൾ രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കും മുൻഗണന നൽകി ഈ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതൊക്കെ തെളിയിക്കുന്നതിന് ആവശ്യമായ രേഖകളുടെ പകർപ്പുകൾ സഹിതം, അതായത് നമ്മുടെ മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ, നമ്മുടെ പ്രായം തെളിയിക്കുന്ന രേഖ, അതോടൊപ്പം നമ്മുടെ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ അറ്റസ്റ്റ് ചെയ്ത ഒരു കോപ്പി വേണം. ഇനി റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, BPL കാർഡ് ആണെങ്കിൽ അത്തരം കാർഡുകൾ കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇനി വ്യക്തിയുടെ മറ്റ് വിശദാംശങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ സാമൂഹ്യ സുരക്ഷാ മിഷനിലേക്ക് സമർപ്പിച്ച് ഈ പദ്ധതിയിലെ തിരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കേണ്ടത്. ഏതെങ്കിലുമൊക്കെ വ്യക്തികൾക്ക് ഇത്തരത്തിൽ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ തുക സംഭാവന ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത്തരക്കാർക്ക് തന്നെ പേരുകൾ നമ്മുടെ പ്രദേശത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റിയിലുള്ള ആളുടെ പേര് നിർദ്ദേശിക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മേന്മ. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ജനോപകാരപ്രദമായ ജനങ്ങളുടെ പങ്കാളിത്തത്തോട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് പ്രത്യാശ എന്ന് പറയുന്ന പദ്ധതി. വാർത്തകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. വിവിധ പദ്ധതി അറിയിപ്പുകൾക്ക് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.